ഡൽഹി, ഒഡീഷയിൽ, ഉത്തർപ്രദേശിലൊക്കെ ക്രിസ്തുമസിനെതിരായി ഭീഷണിയും ആക്രമണം. ഹിന്ദുക്കളെ ലജ്ജിക്കുക ഒരു വലിയ സംഭവമാണ്. ഹിന്ദുക്കൾക്ക് അങ്ങ് സഹിഷ്ണുതയാണ്. ഒത്തിരി ക്രിസ്ത്യാനികൾ ആ വിഡ്ഢിത്തരം പറഞ്ഞു നടത്തുന്നത്. ഹിന്ദുക്കളുടെ സഹിഷ്ണുത കൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടായത്, ഇന്ത്യയിൽ ക്രിസ്ത്യാനി ഉണ്ടായത്. ഒന്നുമല്ല. ഒരു സഹിഷ്ണുതയില്ല. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സഹിഷ്ണുതയില്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞൊരു തേങ്ങാപ്പല ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആടിയിട്ടുമില്ല, മൂടിയിട്ടുമില്ല. ക്രിസ്ത്യാനിറ്റിയെ കടമെടുത്താണ്. സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ അനുവദിക്കില്ലെന്ന് RSS മാനേജ്മെന്റ്. തപാൽ വകുപ്പിന്റെ ക്രിസ്തുമസ് ആഘോഷത്തിൽ ഗണഗീതം വേണമെന്ന വിചിത്ര ആവശ്യവുമായി BMS. വിവേകാനന്ദ സ്വാമി അടക്കം ക്രിസ്ത്യാനിറ്റിയുടെ ആശയങ്ങളെ കടമെടുത്തു. അങ്ങനെ ഈ ഹിന്ദുയിസത്തെ പരിഷ്കരിച്ചു. അദ്വൈതം ഉണ്ടായത് എങ്ങനെയാണ്? ഈ ശങ്കരാചാര്യ 9ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് ഈസ്റ്റേൺ തിയോളജിയുടെ ആശയവും അന്തസത്യവും പഠിച്ചിട്ട് അത് ഹൈന്ദവത്വത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തു. അല്ലാതെ ശങ്കരാചാര്യ കണ്ടുപിടിച്ചൊന്നുമല്ല അദ്വൈത സിദ്ധാന്തം. നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ സഹിഷ്ണുത കാണിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടെങ്കിൽ ആ സഹിഷ്ണുത ഇപ്പോൾ ഇല്ലാതെ സഹിഷ്ണുത കാണിക്കുന്ന ക്രിസ്ത്യാനികളാണ്. നിങ്ങളിപ്പോൾ ക്രിസ്ത്യാനികളുടെ ദേശത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ അമ്പലം നടത്തുന്നു, മുസ്ലിം മോസ്ക് നടത്തുന്നു, ഒക്കെ നടത്തുന്നു. ആരും തല്ലുന്നില്ല, കൊല്ലുന്നില്ല. പക്ഷേ ഇവിടെ ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ കൊല്ലപ്പെടുകയാണ്. പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ അധ്യാപകർക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭീഷണി. പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരു ക്രിസ്തുമസ് അപ്പൂപ്പന്റെ കുപ്പായമായി വഴിയിരുന്ന് വിറ്റാൻ തല്ലുകൊള്ളുന്നുണ്ട്. അപ്പൊ അത്രയും സഹിഷ്ണുതയെ ഹിന്ദുവിനുള്ളൂ. ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടി കരോൾ സംഘത്തിന് നേരെ BJP പ്രവർത്തകന്റെ ആക്രമണം. കുട്ടികൾ മദ്യപിച്ചിരുന്നെന്ന് കള്ള ആരോപണം. നിങ്ങൾ ഒരു സഹിഷ്ണുതയില്ല. അന്ന് നിങ്ങൾക്കൊന്നുമില്ലായിരുന്നു. നിങ്ങൾ വെറും അടിമ മാറിനടക്കാൻ നിവൃത്തിയില്ലാത്തവരും ആർക്കും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ നിങ്ങളുടെ മുന്നിലായിട്ട് കടന്ന ഒരു ഗതികെട്ട കാലം ഉണ്ടായിരുന്നു. ആ ഗതികെട്ട കാലത്തിൽ നിങ്ങളെ തുണി ഉടുപ്പിച്ച ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഡൽഹിയിൽ സാന്താക്ലോസിന്റെ തൊപ്പി അണിഞ്ഞെത്തിയ സ്ത്രീകളെ ഇത്തരം ആഘോഷങ്ങൾ വീട്ടിലിരുന്ന് മതിയെന്ന് പറഞ്ഞാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത്. നിങ്ങളുടെ ഒരു സഹിഷ്ണുത കൊണ്ട്, നിങ്ങളുടെ ഒരു ഔദാര്യം കൊണ്ട് ഒരു ക്രിസ്ത്യാനി ഒന്നും നേടിയിട്ടില്ല. അത് മനസ്സിലാക്കുക. ക്രിസ്ത്യാനിയുടെ ഔദാര്യം നിങ്ങൾ പറ്റിയിട്ടു. ഇന്ന് ലോകത്തിന് മുഴുവൻ ക്രിസ്ത്യാനിയുടെ ഔദാര്യം പറ്റുന്നത് നിങ്ങളാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ക്രിസ്തുമസ് ഉണ്ട്. ഏറ്റവും വലിയ ക്രിസ്തുമസ് ആഘോഷം നടക്കുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മഠങ്ങളിൽ, അതറിയോ? രാമകൃഷ്ണ മഠങ്ങളിൽ ഡിസംബർ 24 വൈകിട്ട് പ്രത്യേകമായി യേശുവിനെ സ്തുതിച്ചുള്ള ഭജനയും ദീപാലങ്കാരം എല്ലാവർക്കും ഉണ്ട്. ലോകത്ത് മുഴുവനുള്ള ശ്രീരാമകൃഷ്ണ മഠങ്ങളിൽ. അത് വിവേകാനന്ദ സ്വാമികളാണ് ക്രിസ്തുമസ് ആഘോഷത്തിന് തുടക്കം കുറിച്ച്. അപ്പൊ വിവേകാനന്ദ സ്വാമികൾക്കുള്ള വിവേകം ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾക്കില്ല. കാരണം വിവേകാനന്ദ സ്വാമി ക്രിസ്മസ് ആഘോഷിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മഠങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു. പക്ഷേ ഈ ജാതിഭ്രാന്തും മതഭ്രാന്തും മൂത്ത് വിവരമെന്ന് പറയുന്ന വഴിയെ പോകാത്ത സംഖ്യകൾ എന്ത് ചെയ്യുന്നു? ക്രിസ്തുമസ് ആഘോഷത്തെ തടസ്സപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. അതിനകത്ത് പിന്നെ സാരിപ്പാസ് ഒരു സംഖ്യയാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്? ക്രിസ്തുമസിനെ എതിർക്കുന്ന, ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാറുണ്ട്, അത് പാസ്റ്റർ പറഞ്ഞല്ലോ. ഈ ക്രിസ്തുമസിനെ എതിർക്കുന്നവർ അവർ എന്തുകൊണ്ട് അത് എതിർക്കുന്നു? അവരുടെ ഉള്ളിലെ ഭയപ്പാട് കൊണ്ടാണോ, അതോ എന്താണ് ഇതിന്റെ ഒരു കാര്യം? മറ്റു രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഘപരിവാർ പോലെയുള്ള ശക്തികളുണ്ട്. കേരളത്തിൽ തന്നെ ക്രിസ്മസ് കരോളിന് പോയ ഒരു 2-3 കൊച്ചു കുട്ടികളുടെ ഡ്രം എല്ലാം തല്ലിപ്പൊട്ടിച്ച് ഒരു BJP പ്രവർത്തകൻ അറസ്റ്റിലായി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതുപോലെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം വേണ്ട എന്ന് കേരളത്തിലുള്ള ചില ആളുകൾ തീരുമാനിക്കുന്നു. ഇങ്ങനെ ആഗോള വ്യാപകമായി നോക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ ക്രിസ്മസിനെ ഒരു വിഭാഗം ആളുകൾ ഭയപ്പെടുന്നു. അത് തീവ്ര ഇസ്ലാമിസ്റ്റുകളും അതുപോലെ ഹൈന്ദവ സംഘടനകളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? എന്താണ് ഇതിന്റെ ഒരു കാരണം? ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇന്നും മുസ്ലിങ്ങൾക്ക് തലവേദനയും സംഖ്യകൾക്ക് ഭയവുമാണ്. ഈ സംഖ്യകളൊന്ന് ഒരു കാര്യം ഓർക്കണം. ഈ ഹ്യൂസ്റ്റണിൽ ഇപ്പം ഞങ്ങളുടെ ഹ്യൂസ്റ്റണിൽ വലിയ അമ്പലമുണ്ട്. ആ അമ്പലത്തിലുള്ള കൊടിമരത്തിന് വേണ്ടി തേക്കന്തടി വെട്ടി കേരളത്തിൽ ഇപ്പം കോട്ടയത്ത് മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുക. ഒരു കൊല്ലം മഞ്ഞൾ വെള്ളത്തിലാണ് മുക്കി പൂജയൊക്കെ നടത്തി ഇങ്ങോട്ട് കൊണ്ടുവരിക. വലിയ തേക്കൻ തടി ഏതാ 80 അടി നീളത്തിൽ എങ്ങാണ്ട് തേക്കൻ തടി അവിടുന്ന് വെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ധ്വജപ്രതിഷ്ഠ നടത്താൻ പോവുക. അത്രയും സ്വാതന്ത്ര്യം അമേരിക്കയിലുണ്ട്. ഈ അമേരിക്ക തന്നെ ഏകദേശം 2000-ഓളം വലിയ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. അടുത്തായിട്ട് ഇനിയും ഈ 14,000 എണ്ണം പണിയുന്നു. അമേരിക്ക ജീവിക്കുന്നവർക്ക് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സ്ഥലത്തിന് തീരെ വിലയില്ല. നാട്ടില് 1 സെന്റ് സ്ഥലം മേടിക്കുന്ന പൈസ ഉണ്ട് അമേരിക്ക 10 ഏക്കർ സ്ഥലം മേടിക്കും. അത്രയും വിലയുള്ളൂ. ഇവിടെ ഒരു 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് ഒരു അമ്പലം ഉണ്ടാക്കി, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്നാൽ മതി. ലൈഫ് ലോങ് ഇൻകമാണ്. ഇവിടെ എല്ലാവരും ചെയ്യുന്നതാണ്. 4-5 പേര് ചേർന്ന് ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, അമ്പലം ഉണ്ടാക്കുന്നു. അമ്പലം ഉണ്ടാക്കുന്ന അമേരിക്കയിൽ ഏറ്റവും വലിയ വരുമാനമുള്ള പരിപാടി. എന്റെ ലൈവ് കേൾക്കുന്ന ഏതെങ്കിലും അമേരിക്കക്കാരുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു അമ്പലം ഉണ്ടാക്കിയാൽ മതി, കുശാലായിട്ട് ജീവിക്കുക. അപ്പൊ ഇതുകൊണ്ട് എല്ലാവരും അങ്ങ് അമ്പലം ഉണ്ടാക്കാം. വൻ വരുമാനം. ഓസ്ട്രേലിയയിൽ എന്തുമാത്രം കൃഷ്ണ കോൺഷ്യസ്, ഹരേ രാമ പ്രസ്ഥാനം, ഹരേ കൃഷ്ണ പ്രസ്ഥാനം, ഇവരെല്ലാം ഇംഗ്ലണ്ടില്. ഞാൻ ഇംഗ്ലണ്ടിലെ കഴിഞ്ഞ വർഷം പോയപ്പം ഓക്സ്ഫോർഡ് സർക്കസിൽ ഇവര് ജാഥയായിട്ട് വരിക, കാവ്യമൊക്കെ എടുത്ത് കൊട്ടി, ആരും തടയുന്നില്ല. അപ്പൊ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ മതപ്രചരണം നടത്തുന്നുണ്ട്. അവിടെ നിന്നുള്ള മതാമാരും സാഹിബുമാരും കൂട്ടവർത്തിയിലോട്ടും അമൃതാംഗമയുടെ ആശ്രമത്തിലോട്ടും വരുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനി നിങ്ങളെ കൊല്ലാനും തല്ലാനും നടക്കുന്നില്ല. അപ്പൊ ഹിന്ദുക്കൾ ലജ്ജിക്കുക.
ഒരു വലിയ സംഭവമാണ് ഹിന്ദുക്കൾക്ക് അങ്ങ് സഹിഷ്ണുതയാണ്. ഒത്തിരി ക്രിസ്ത്യാനികൾ ആ വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെ സഹിഷ്ണുത കൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടായത്, ഇന്ത്യയിൽ ക്രിസ്ത്യാനി ഉണ്ടായത്. ഒന്നുമല്ല. ഒരു സഹിഷ്ണുതയില്ല. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സഹിഷ്ണുതയില്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞൊരു തേങ്ങാക്കൊല ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആടിയിട്ടുമില്ല, കൂടിയിട്ടുമില്ല. ക്രിസ്ത്യാനിറ്റിയെ കടമെടുത്താണ്. ഈവൻ വിവേകാനന്ദ സ്വാമി അടക്കം ക്രിസ്ത്യാനിറ്റിയുടെ ആശയങ്ങളെ കടമെടുത്തു. അങ്ങനെ ഈ ഹിന്ദുയിസത്തെ പരിഷ്കരിച്ചു. എന്നിട്ട് ഈവൻ അദ്വൈതം ഉണ്ടായത് എങ്ങനെയാ? ഈ ശങ്കരാചാര്യ 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് ഈസ്റ്റേൺ തിയോളജിയുടെ ആശയവും അന്തസത്യവും പഠിച്ചിട്ട് അത് ഹൈന്ദവത്വത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തു. അല്ലാതെ ശങ്കരാചാര്യ കണ്ടുപിടിച്ചൊന്നുമല്ല അദ്വൈത സിദ്ധാന്തം. മനസ്സിലായി? ഇതെല്ലാം എല്ലാ നന്മകളും ക്രിസ്തുവിൽ നിന്നാണ്. ലോകത്തിന്റെ വെളിച്ചം ക്രിസ്തുവാണ്. അല്ല, നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ സഹിഷ്ണുത ഒന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടെങ്കിൽ ആ സഹിഷ്ണുത എന്താ ഇപ്പൊ ഇല്ലാത്ത? സഹിഷ്ണുത കാണിക്കുന്ന ക്രിസ്ത്യാനികളാണ്. നിങ്ങളിപ്പോ ക്രിസ്ത്യാനികളുടെ ദേശത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ അമ്പലം നടത്തുന്നു, മുസ്ലിം മോസ്ക് നടത്തുന്നു, ഒക്കെ നടത്തുന്നു. ആരും തല്ലുന്നില്ല, കൊല്ലുന്നില്ല. പക്ഷെ ഇവിടെ ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ കൊല്ലപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരു ക്രിസ്തവ അപ്പൂപ്പന്റെ കുപ്പായം വഴിയിരുന്ന് വിറ്റാൻ തല്ലുകൊള്ളുന്നുണ്ട്. അപ്പൊ അത്രയും സഹിഷ്ണുത ഹിന്ദുവിനുള്ളൂ. ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു ന്യായവും ഒരു കാര്യം നിങ്ങൾ ഭയങ്കര സഹിഷ്ണുത ഒരിക്കലും അല്ല. നിങ്ങൾ ഒരു സഹിഷ്ണുതയില്ല. അന്ന് നിങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ വെറും അടിമകളും മാറി നടക്കാൻ നിവൃത്തിയില്ലാത്തവരും ആർക്ക് വേണേലും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളായിട്ട് കടന്ന ഒരു ഗതികെട്ട കാലം ഉണ്ടായിരുന്നു. ആ ഗതികെട്ട കാലത്ത് നിങ്ങളെ തുണി ഉടുപ്പിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കടന്ന് ഞെട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ ഞങ്ങളുടെ സഹിഷ്ണുത കൊണ്ട് ഒരിക്കലും അല്ല. നിങ്ങളുടെ ഒരു സഹിഷ്ണുത കൊണ്ടും നിങ്ങളുടെ ഒരു ഔദാര്യം കൊണ്ടും ഒരു ക്രിസ്ത്യാനി ഒന്നും നേടിയിട്ടില്ല. അത് മനസ്സിലാക്കുക. ക്രിസ്ത്യാനിയുടെ ഔദാര്യം നിങ്ങൾ പറ്റിയിട്ടേ ഉള്ളൂ. ഇന്നും ലോകത്തിൽ നിന്ന് മുഴുവൻ ക്രിസ്ത്യാനിയുടെ ഔദാര്യം പറ്റുന്ന നിങ്ങളാണ്. മനസ്സിലായോ? അത്രയും ഒരു സന്ദേശം ക്രിസ്തു സന്ദേശമായിട്ട് കൊടുക്കുക. അല്ല, അത് കുഴപ്പമില്ല. അത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കുഴപ്പമില്ല.